എൻ്റെ കുട്ടി എല്ലാത്തിലും സ്മാർട്ടാണ്, പക്ഷേ പരീക്ഷയ്ക്ക് മാത്രം മാർക്കില്ല. പരിഹാരമുണ്ടോ? മക്കളുടെ പഠനത്തിൽ ശ്രദ്ധാലുക്കളായ പാരൻസ് മാത്രം ഈ വാക്കുകൾ തുടർന്ന് ശ്രവിക്കുക. നല്ല വിദ്യാഭ്യാസം മക്കൾക്ക് നൽകാൻ ആഗ്രഹിക്കാത്ത മാതാപിതാക്കൾ വളരെ കുറവാണ്. പ്രത്യേകിച്ച് ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ വിദ്യാഭ്യാസമില്ലാത്തവർക്ക് ജീവിക്കുക തന്നെ പ്രയാസകരമായിരിക്കും എന്നതിൽ തർക്കമില്ലല്ലോ. എത്രയൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടും ആവശ്യത്തിനധികം കെയർ നൽകിയിട്ടും പഠനകാര്യത്തിൽ കുട്ടികൾ പുറകോട്ട് ആകുന്നത് മാതാപിതാക്കൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണല്ലോ. ഓരോ തവണ കുട്ടിയുടെ പ്രോഗ്രസ് കാർഡ് ചെക്ക് ചെയ്യുമ്പോഴും പിന്നോട്ട് പോകുന്നതായി കാണുമ്പോൾ വിഷമിക്കുക എന്നല്ലാതെ എന്ത് ചെയ്യാനെന്ന് പരിതമിക്കേണ്ടി വരിക. പഠന നിലവാരം കുറഞ്ഞിട്ട് എന്ന് കരുതി സ്കൂളുകൾ മാറ്റി സിലബസുകൾ മാറ്റി കുട്ടിക്ക് തന്നെ മാനസികമായി പഠനത്തോട് വിരക്തി തോന്നുന്ന നിലയിൽ കാര്യങ്ങൾ കൊണ്ട് ചെന്ന് എത്തിച്ചിട്ടുണ്ടാകാം. അടുത്ത കാലത്തായി സംഭവിച്ച കോവിഡ് മഹാമാരിക്ക് ശേഷം വിശേഷാൽ 3ാം ക്ലാസ് മുതലുള്ള കുട്ടികളിൽ അക്ഷരം തന്നെ അറിയാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കാരണം കൃത്യമായ പരിഗണന കിട്ടാതെയുള്ള ഓൺലൈൻ പഠന സംവിധാനങ്ങൾ കുട്ടികളെ പിന്നോട്ട് നയിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. ആയതുകൊണ്ട് തന്നെ 3ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് മലയാളം, ഇംഗ്ലീഷ് തുടങ്ങിയ ലാംഗ്വേജ് വിഷയങ്ങൾ എഴുതുവാനും കൂട്ടി വായിക്കുവാനും പ്രയാസപ്പെടുന്ന അനുഭവത്തിന്റെ വെളിച്ചത്തിൽ മറ്റു കുട്ടികളുടെ ഒപ്പമെത്താൻ കഴിയാതെ ബിലോ ആവറേജ് ഉള്ള കുട്ടികൾക്ക് കോൺഫിഡൻസ് കുറയുകയും വീണ്ടും പഠനത്തിൽ പിന്നോട്ടാവുകയും ചെയ്യുന്നു. 40ഉം 50ഉം കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ സിലബസ് അനുസരിച്ചുള്ള പോർഷൻ തീർക്കേണ്ടത് കൊണ്ട് അധ്യാപകർക്കും ഓരോ കുട്ടികളെയും ശ്രദ്ധിക്കാൻ സമയം കിട്ടണമെന്നില്ല. കുട്ടികൾ ഉന്നതിയിലേക്ക് എത്തണമെന്നും പഠന നിലവാരം ഉയർത്തണമെന്ന ആഗ്രഹവുമുള്ള മാതാപിതാക്കൾ അവധിയെടുത്തു പോലും കുട്ടികളെ വീട്ടിലിരുത്തി പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സ്വന്തം കുട്ടി എന്ന അധികാരം പ്രയോഗവൽക്കരിക്കപ്പെടുമ്പോൾ ഉദ്ദേശിച്ച ഫലം കണ്ടെത്താനാകുന്നതുമില്ല. ഇനി ലീവ് പോലും കിട്ടാനില്ലാത്ത, സമയമൊട്ടും ലഭ്യമല്ലാത്ത മാതാപിതാക്കളെ സംബന്ധിച്ച് അങ്ങനെ ഒന്ന് ചിന്തിക്കുക കൂടെ പ്രയാസമാണ്. വായനാക്ലേശം, രചനാക്ലേശം, ഗണിതക്ലേശം എന്നിവ തിരിച്ചറിയപ്പെടാതെ പോയാൽ ബുദ്ധിക്കോ ശ്രദ്ധയ്ക്കോ ഉത്സാഹത്തിനോ ഒരു കുറവുമില്ലാത്ത കുട്ടി മാർക്കിന്റെ കാര്യത്തിൽ എല്ലായ്പ്പോഴും പിന്നോക്കം പോകുന്നതും ലളിത വാചകങ്ങൾ പോലും വായിക്കാനോ എഴുതാനോ ആവാതെ കുഴയുന്നതുമെല്ലാം രക്ഷകർത്താക്കളിലും അധ്യാപകരിലും കുട്ടിയിൽ തന്നെയും അമ്പരപ്പും ആശയക്കുഴപ്പവും തെറ്റിദ്ധാരണയും മനോവൈഷമ്യങ്ങളും സൃഷ്ടിക്കുകയും കുട്ടി ചൂരൽ ചികിത്സയ്ക്ക് ഇരയാവുകയും ചെയ്തേക്കാം. ഇത്തരം നിരവധി പഠന തകരാറുകൾ പിടിപെട്ടിട്ടും തങ്ങളുടെ മേഖലകളിൽ മികവ് തെളിയിച്ച അനേകർ നമുക്ക് മുമ്പിലുണ്ടല്ലോ. ആൽബർട്ട് ഐൻസ്റ്റീൻ, വിൽസൺ ചർച്ചിൽ, വാൾട്ട് ഡിസ്നി, തോമസ് ആൽവാ എഡിസൺ, ബെർണാഡ് ഷാ എന്നിവരെ പോലെയുള്ളവർ. ഇങ്ങനെയുള്ള പഠന പ്രശ്നത്തിന് പരിഹാരമായി കൊണ്ട് രാമനാട്ടുകരയിൽ ഒരു സ്ഥാപനം ഉണ്ട്. ഫണ്ടമെന്റൽ ലേണിംഗ് പ്രോഗ്രാം ഫോർ സ്റ്റുഡൻസ് അടിസ്ഥാനമാക്കി രാമനാട്ടുകര ബൈപ്പാസ് ഫ്ലൈ ഓവർ ജംഗ്ഷനിലുള്ള ഇൻസ്പോബിസ് എന്ന സ്ഥാപനത്തിനോട് അനുബന്ധമായി FLPS അക്കാദമിയിൽ 3ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അറിവിന്റെ വാതായനങ്ങൾ തുറന്നു നൽകുന്നു. മലയാളം എഴുതാനും വായിക്കാനും, ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും, കണക്ക് കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും വിശദമായി തന്നെ പഠിപ്പിക്കുന്നു. അക്ഷരങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനായി ഓരോ കുട്ടിക്കും അനുയോജ്യമായ രീതിയിൽ, അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രത്യേകം തയ്യാറാക്കുന്ന മൊഡ്യൂളുകളുടെ സഹായത്തോടെ പഠനത്തിൽ പിന്നിലായവരെ മുൻനിരയിലെത്തിക്കാൻ ഏതൊരു മാതാപിതാക്കൾക്കും താങ്ങാൻ കഴിയുന്ന ചെറിയ ഫീസിൽ കണ്ടിന്യൂസ് ലേണിംഗ് പ്രാക്ടീസ് നൽകിക്കൊണ്ട് കുട്ടികളെ 2 അക്ഷരം കൂട്ടി വായിക്കാനും കേട്ട് എഴുതാനും പഠിപ്പിക്കുന്നു. FLPS പഠന രീതിയായ റിപ്പീറ്റ് ലേണിംഗ് മെത്തേഡ് ഉപയോഗപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നതുകൊണ്ട് രോഗങ്ങളുടെ ഗണത്തിൽപ്പെടുന്ന ADHD, ലേണിംഗ് ഡിസബിലിറ്റി, ലേണിംഗ് ഡിസോർഡർ എന്നിവയുള്ള കുട്ടികൾക്ക് പോലും അക്ഷരജ്ഞാനം നൽകാൻ FLPSൽ കഴിയും എന്നതാണ് ഈ പഠന രീതിയുടെ പ്രത്യേകത. FLPS അക്കാദമി, ഫ്ലൈ ഓവർ ജംഗ്ഷൻ, രാമനാട്ടുകര. നിങ്ങളുടെ കുട്ടിക്കുള്ള അഡ്മിഷൻ തുടരുന്നു.